പ്രവാചകന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ പലപ്പോഴും ആചാര സുന്നത്തുകൾ മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്സസ്ഫുൾ ആയത്, വിജയിച്ചത് സ്വഭാവ സുന്നത്തുകൾ കൊണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഒരാളോട് പെരുമാറുമ്പം നമുക്കറിയാം, നിങ്ങൾ ആലോചിച്ച് നോക്കാം, കേരളത്തില് ഒരു സ്ഥലത്തും കാരക്ക കിട്ടാത്ത, ഈത്തപ്പഴം കിട്ടാത്ത ഏറ്റവും ചെറിയ ഗ്രാമത്തിൽ പോലും ആൾക്കാർ എന്ത് ചെയ്യും? നോമ്പിന് എവിടുന്നെങ്കിലും തേടി പിടിച്ചിട്ട് കാരക്ക കൊണ്ടുവരും. കാരണം എന്താണ്? പ്രവാചകന്റെ സുന്നത്തിനെ അത്രയും ഫോളോ ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണ്. അതേ ആൾക്കാർ നമുക്ക് ആലോചിച്ച് നോക്കാം, ഒരാളോട് ചിരിക്കുന്നതിനെ കുറിച്ച്, ഒരാൾക്ക് പുറത്തു കൊടുക്കുന്നതിനെ കുറിച്ച്, ഒരാൾ എത്ര ദ്രോഹിച്ചാലും തന്റെ വഴിയിൽ എത്ര മുള്ളിട്ടാലും ആ കുട്ടി അസുഖമായിരിക്കുമ്പോൾ പോയി കണ്ട പ്രവാചകന്റെ സ്വഭാവ സുന്നത്തുകളെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രവാചകൻ വിജയിച്ചത്, പ്രവാചകൻ ദഅവത്ത് ചെയ്തത്, പ്രവാചകൻ മദീന രാഷ്ട്രമുണ്ടാക്കിയത്, പ്രവാചകൻ എന്ന പേഴ്സണാലിറ്റി ലോകത്ത് തിളങ്ങി നിൽക്കുന്നതിന്റെ കാരണം ആചാര സുന്നത്തുകളല്ല, സ്വഭാവ ആചാര സുന്നത്തുകൾ ആവശ്യമാണ്, നമ്മൾ ഫോളോ ചെയ്യണം. എങ്ങനെ നിസ്കരിക്കണം, അതിന്റെ അളവ്, ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന, നമ്മൾ ഫോക്കസ് ചെയ്യാത്ത, ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള, ഇസ്ലാം ഇത്രയും തെറ്റിദ്ധരിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് പ്രവാചകന്റെ സ്വഭാവ സുന്നത്തുകളാണ്.